കാലത്തിന്റെ അതിവേഗ പ്രയാണത്തിലെ മാറ്റങ്ങളിൽ ചിലത് ഈ ചെറുപ്പക്കാരനെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. മൂല്യങ്ങളും നന്മയും അന്യമാകുന്ന ഇന്നിന്റെ ശരികൾക്ക് തിന്മയുടെ ദുർഗന്ധമുണ്ടെന്ന് ജോബിൻ സംശയിക്കുന്നു. താനൊരു പഴഞ്ചൊന്നല്ല, എങ്കിലും നന്മയും ശരികളും വരച്ചു കാട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം ചിന്തകളുടെ പ്രതിഫലനമായിരുന്നു ജോബിന്റെ ആദ്യ പുസ്തകം മുഖംമൂടി ധരിച്ചവർ. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ അസ്തമിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലെ നന്മയും പണത്തിനും പ്രതാപത്തിനും മറ്റ് സാമൂഹിക നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള അവൻ്റെ പരക്കം പാച്ചിലുകളും അതിനുവേണ്ടി അത് കയ്യെത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള പാഴ്ശ്രമങ്ങളും ഇവയെല്ലാമാണ് എൻ്റെ കഥകളിലെ മുഖ്യമായും ഞാൻ പ്രമേയമാക്കിയിരിക്കുന്നത്. 1989 മല്ലികശ്ശേരിയിൽ അയംകുല്ലക്കുന്ന് KJ മാത്യുവിൻ്റെയും ത്രേസ്യാമ്മയുടെയും രണ്ടാമത്തെ മകനായി ജനിച്ച ജോബിന് ബാല്യത്തിലെ കൂട്ടുകാരിൽ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ജോബിൻ്റെ ജീവിതത്തിലേക്ക് എഴുത്ത് കൂടിക്കേറിയത് അരുവിത്തറ സെൻറ് ജോർജസ് കോളേജിലെ പഠനകാലത്താണ്. ഇക്കണോമിക്സ് ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ജോബിൻ കോളേജ് മാഗസിനിലേക്ക് എഴുതിയ ചില കഥകൾ ക്യാമ്പസിലെ അധ്യാപകരിൽ മതിപ്പുളവാക്കിയിരുന്നു. പിന്നീട് അധ്യാപകരുടെ പ്രോത്സാഹനവും കൂട്ടുകാരുടെ പിന്തുണയും ജോബിനിലെ കഥാകാരനെ വളർത്തുകയായിരുന്നു. കലാലയത്തിലെയും നാട്ടിലെയും നല്ല സൗഹൃദങ്ങൾ തുടങ്ങിയവയുടെ ഒരു വലിയ പ്രോത്സാഹനമാണ് എൻ്റെ ആദ്യ ചെറുകഥാ സമാഹാരത്തിൻ്റെ പ്രകാശനത്തിന് എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകം. തൻ്റെ കഥകളിലൂടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരായി പ്രതികരിക്കുവാൻ ഈ യുവാവ് ശ്രദ്ധിക്കുന്നു. ജോബിൻ്റെ കഥകളിൽ ഈ പ്രതിബദ്ധത പ്രകടമാണ്. സമകാലീന സംഭവവികാസങ്ങളെ ആസ്പദമാക്കി നിഗൂഢസ്മിതങ്ങൾ എന്ന നോവലിൻ്റെ പണിപ്പുരയിലാണ് ജോബിൻ ഇപ്പോൾ. എഴുത്തിലേറെ ദൂരം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ജോബിൻ BEd വിദ്യാർത്ഥിയാണ്.